ഒരു ദിവസം തന്നെ 5 or 6 അതിൽ കൂടുതലോ ഷോർട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നവർ, മൈനർ ചേഞ്ചസ് മാത്രമേ അതിലുണ്ടാകത്തുള്ളൂ, അവരുടെയും ചാനൽ ഡിമോണിറ്റൈസ് ആയി പോകുന്നുണ്ട്. നമസ്കാരം, ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യൂട്യൂബിൽ വളരെ വലിയ ഒരു പ്രോബ്ലം ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളെ ഈ ഒരു പ്രോബ്ലം ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല, ഓൾ ഓവർ ദ വേൾഡ് ഒരുപാട് ക്രിയേറ്റേഴ്സ് ഈ ഒരു പ്രോബ്ലം ഇപ്പോൾ ഫേസ് ചെയ്യുന്നുണ്ട്. പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻഓതന്റിക് കണ്ടന്റ്, അതായത് നിങ്ങളുടെ ചാനൽ ഡീമോണിറ്റൈസ് ചെയ്ത് കളയുകയാണ് ഇപ്പോൾ യൂട്യൂബ്. ഇവിടെ നിങ്ങൾക്കൊരു വാണിങ്ങോ അതല്ലെങ്കിൽ എന്താണ് പ്രശ്നം, എന്താണ് കാര്യം, ഇതൊന്നും യൂട്യൂബ് പറയുന്നില്ല. നേരെ ഒരു മെയിൽ ഷൂട്ട് ചെയ്ത് തരികയാണ്, നിങ്ങളുടെ ചാനൽ ഇൻഓതന്റിക് ആണ്, അതുകൊണ്ട് നിങ്ങളുടെ ചാനൽ ഞങ്ങൾ ഡീമോണിറ്റൈസ് ചെയ്ത് കളയുന്നു. ഇവിടെ പ്രശ്നം എന്ന് പറയുന്നത് ഒരുപാട് ക്രിയേറ്റേഴ്സിന്, അതായത് ഈ ഇൻഓതന്റിക് കണ്ടന്റ് വന്നു കഴിഞ്ഞാൽ അവർക്ക് ഇവിടെ അപ്പീൽ കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ മാത്രമേ യൂട്യൂബ് കൊടുക്കുന്നുള്ളൂ. അതുമാത്രമല്ല, ഈ അപ്പീൽ കൊടുത്ത് റിജക്റ്റ് ആയി കഴിഞ്ഞാലോ അതോടെ തീർന്നു, ആ ചാനൽ ഇനി മോണിറ്റൈസ് ആകത്തില്ല. വേറൊരു പ്രശ്നം കൂടെ ഉണ്ട്. ഇത് ഞാൻ തന്നെ ചെയ്ത് ഞാൻ നോക്കിയിട്ടുള്ളൊരു കാര്യമാണ്. അതായത് നമ്മൾ ഈ അപ്പീൽ കൊടുക്കാൻ നോക്കിയാലോ, ഈ സ്റ്റാർട്ട് അപ്പീൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് ശരിയായ രീതിയിൽ ഒരു അപ്പീൽ കൊടുക്കാൻ പോലും പറ്റുന്നില്ല. അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ യൂട്യൂബ് സപ്പോർട്ടാണ് ഓപ്പൺ ആയി വരുന്നത്. അവിടെ നമ്മുടെ ഈ പ്രോബ്ലം മെൻഷൻ ചെയ്ത് കൊടുത്താലോ അവിടെ നമുക്കൊന്നും മനസ്സിലാവുന്നില്ല. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സബ്മിറ്റ് ആയി, പിന്നെ നമുക്കൊന്നും മനസ്സിലാവുന്നില്ല. അത് മനസ്സിലാക്കാനായിട്ട് നമ്മൾ അവരോട് സംസാരിച്ചാലോ അവർ പറയുന്നത് എന്താണ്, നിങ്ങളുടെ അപ്പീൽ ഓൾറെഡി ഞങ്ങൾ സ്വയം എടുത്തു കഴിഞ്ഞു, നിങ്ങൾക്ക് ഇനി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ നമ്മുടെ ഭാഗം വ്യക്തമാക്കി നല്ലൊരു അപ്പീൽ നമുക്ക് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ അവർ എന്താണ് ഈ അപ്പീൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അവർക്ക് എന്താണ് അവിടെ മനസ്സിലാകുന്നത്, അവർ സ്വയം ഒരു അപ്പീൽ എടുത്തു. എന്ത് അപ്പീൽ എടുത്തു എന്നാണ് അവർ പറയുന്നത്? അങ്ങനെ ഒരു അപ്പീൽ അവർ എടുത്തെങ്കിൽ തന്നെ അതിൻ്റെ റിപ്ലൈക്ക് വേണ്ടി നമ്മൾ കാത്തിരുന്ന് കഴിഞ്ഞാൽ ആ കാത്തിരിപ്പ് നീണ്ടു പോകത്തേ ഉള്ളൂ. ആ ഒരു റിപ്ലൈ പലർക്കും കിട്ടുന്നുമില്ല. അപ്പോൾ എന്താണ് ഈ ഇൻഓതന്റിക് കണ്ടന്റ്? ഇത് നമ്മൾ ശരിയായ രീതിയിൽ മനസ്സിലാക്കിയാലേ നമുക്കിനി മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. യൂട്യൂബ് എന്താണ് ഈ ഇൻഓതന്റിക് കണ്ടന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതുപോലെ ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെ രക്ഷപ്പെടാം, ഈ കാര്യങ്ങൾ നമ്മൾ കറക്റ്റായി മനസ്സിലാക്കണം. അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്താൽ ലാസ്റ്റ് വരെ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, നിങ്ങളുടെ കമൻസ് തന്നെ അറിയിക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലിലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, യൂട്യൂബിൻ്റെ ഈ ഇൻഓതന്റിക് കണ്ടന്റ് അതെന്താണെന്നുള്ളത് ഞാനിവിടെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. യൂട്യൂബ് ഇവിടെ പറയുന്നത് ഈ ഇൻഓതന്റിക് കണ്ടന്റ് എന്ന് പറയുന്ന ഈ ഒരു പോളിസി ഇത് ഓൾറെഡി ഉള്ളതാണ്. ഇത് യൂട്യൂബിൻ്റെ മോണിറ്റൈസേഷൻ പോളിസിക്ക് ഉള്ളിൽ ഉൾപ്പെടുന്ന ഒരു പർട്ടിക്കുലർ സെക്ഷനാണിത്. ഇതിനുള്ളിൽ 4 തരത്തിലുള്ള കണ്ടന്റുകളാണ് ഈ ഇൻഓതന്റിക് കണ്ടന്റിനുള്ളിൽ വരുന്നത്. ഇതിൽ ഒന്നാമത്തേത് മാസ് പ്രൊഡ്യൂസ്ഡ്, 2 റിപ്പിറ്റേറ്റീവ് കണ്ടന്റ്, 3 ടെംപ്ലേറ്റ്, 4 ഈസിലി റെപ്ലിക്കബിൾ അറ്റ് സ്കെയിൽ. കോമൺ ആയി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വീഡിയോസ് ഓഡിയൻസ് കാണുമ്പോൾ അവർക്ക് തോന്നുകയാണ്, ഈ വീഡിയോ ഞാൻ നേരത്തെ ഒരുപാട് ചാനലിൽ കണ്ടിട്ടുള്ളതാണ്, ഒരുപാട് പേര് സെയിം ടൈപ്പ് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ഇത്തരത്തിലുള്ള കണ്ടന്റ്സുകളാണെങ്കിൽ ഇതിനെയാണ് ഇൻഓതന്റിക് കണ്ടന്റ് എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നിങ്ങളിൽ പലരും വീഡിയോസ് ചെയ്യാറുണ്ട്, അതല്ലെങ്കിൽ ലൈവ് ചെയ്യാറുണ്ട്. അതിലൊരു ചെറിയ ഇമേജ് മാത്രം കൊടുത്ത് ആ ഇമേജിൽ നിങ്ങളൊരു മാത്സ് ക്വസ്റ്റ്യനോ അല്ലെങ്കിൽ ഒരു കുസൃതി ചോദ്യമോ ഇട്ടാണ് നിങ്ങൾ ആ വീഡിയോ ചെയ്യുന്നതെങ്കിൽ മാക്സിമം ഇത്തരത്തിലുള്ള സിംഗിൾ ഇമേജ് മാത്രം കൊടുത്ത് ഇത്തരത്തിലുള്ള വീഡിയോസ് ഒക്കെയാണ് ചെയ്യുന്നതെങ്കിൽ ഇതിനാണ് ഏറ്റവും കൂടുതലും ഇത്തരത്തിലുള്ള ഇൻഓതന്റിക് കണ്ടന്റ് എന്ന് പറഞ്ഞു വരുന്നത്. ഇവിടെ പലരും പരസ്പരം തർക്കിക്കാറുണ്ട്, പലരും ലൈവിൽ ഞാൻ കണ്ടിട്ടുമുണ്ട്. ഇപ്പോൾ ചിലർ പറയും കിട്ടും, ഒരു കുഴപ്പമില്ല, അവർക്ക് ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടായിരിക്കാം. ഇവിടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഇവിടെ ഒന്നാമത്തേത് യൂട്യൂബിൻ്റെ ഒരു കോംപ്ലിക്കേറ്റഡ് റൂളുണ്ട്. അതായത് നിങ്ങൾ ഇത്തരത്തിലുള്ള ഒരു സിംഗിൾ ഇമേജ് കൊടുത്ത ഒരു കുസൃതി ചോദ്യമോ മാത്സ് ക്വസ്റ്റ്യനോ ചെയ്യുകയാണെങ്കിൽ ചില ആളുകൾക്ക് മോണിറ്റൈസേഷൻ കിട്ടാറുണ്ട്. അതിൽ ഒന്ന്, ചിലപ്പോൾ യൂട്യൂബിന് അബദ്ധം പറ്റിയതായിരിക്കും, പിന്നീട് അവരുടെ മോണിറ്റൈസേഷൻ എടുത്ത് കളയാറുണ്ട്. ഇത് സംഭവിക്കാറുണ്ട്, പലരും ഇങ്ങനെയുള്ളവർ എന്നെ അപ്രോച്ച് ചെയ്യാറുമുണ്ട്. 2, ആ റൂൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് നിങ്ങൾ ഇത്തരത്തിലുള്ളൊരു വീഡിയോ ചെയ്യുകയാണ്, സിംഗിൾ ഇമേജാണ്, കുസൃതി ചോദ്യമാണ്, പക്ഷേ ഇതിന് മുമ്പാരും അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ഈ വീഡിയോയിൽ നിങ്ങളുടെ സ്വന്തം വോയിസ് ഓവർ കൊടുത്തിട്ടുണ്ടെങ്കിൽ, അതുപോലെ നിങ്ങളുടെ ഈ വീഡിയോയ്ക്ക് ഒരുപാട് വ്യൂസും ഒരുപാട് ലൈക്സും കമൻസും നല്ല എൻഗേജ്മെൻറ്റും ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആ വീഡിയോയ്ക്ക് ചിലപ്പോൾ മോണിറ്റൈസേഷൻ കിട്ടിയെന്ന് വരാം. പക്ഷേ അതിനുശേഷം നിങ്ങളെ അനുകരിച്ച് മറ്റൊരാൾ അല്ലെങ്കിൽ മറ്റൊരുപാട് ആളുകൾ ഇത് സെയിം കാര്യം ചെയ്യുകയാണെങ്കിൽ അവർക്ക് ചിലപ്പോൾ മോണിറ്റൈസേഷൻ കിട്ടിയെന്ന് വരാം. കാരണം റൂൾ ഇതാണ്, അത് മാസ് പ്രൊഡ്യൂസ്ഡ് ആയി പോവുകയാണ്. അത് മാസ് പ്രൊഡ്യൂസ്ഡ് ആയി പോകുമ്പോൾ അതിന് മോണിറ്റൈസേഷൻ കിട്ടത്തില്ല. അതുപോലെ റിപ്പീറ്റേറ്റീവ് കണ്ടന്റ്, സെയിം കാര്യം തന്നെയാണ്, വീണ്ടും നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് വീഡിയോസ് ഇടുകയാണ് എങ്കിൽ നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ കിട്ടത്തില്ല. പിന്നെ ടെംപ്ലേറ്റ്, അതായത് സെയിം ടൈപ്പിലെ ഒരു ടെംപ്ലേറ്റ് നിങ്ങളുടെ ഒരു വീഡിയോയിലുണ്ട്, ആ സെയിം ടെംപ്ലേറ്റ് വെച്ച് തന്നെ നിങ്ങൾ മുന്നോട്ടും വീഡിയോസ് ചെയ്യുകയാണ്, ചെറിയ മാറ്റങ്ങൾ മാത്രം വരികയാണെങ്കിൽ അതിനും മോണിറ്റൈസേഷൻ കിട്ടത്തില്ല. അതുപോലെ ഈസിലി റെപ്ലിക്കബിൾ അറ്റ് സ്കെയിൽ, അതായത് സെയിം വീഡിയോ ഒരുപാട് ആളുകൾ വളരെ ഈസി ആയിട്ട് റെപ്ലിക്കേറ്റ് ചെയ്ത് വീഡിയോസ് ചെയ്യുന്നതാണ്. അത്തരത്തിലുള്ള വീഡിയോ ആണ് നിങ്ങളും ചെയ്യുന്നതെങ്കിൽ അത്തരത്തിലുള്ള വീഡിയോസിനും നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ കിട്ടത്തില്ല. നിങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മോണിറ്റൈസേഷൻ യൂട്യൂബ് റിജക്റ്റ് ചെയ്ത് കളയും. ഇവിടെയും യൂട്യൂബ് ഇൻഓതന്റിക് കണ്ടന്റ് എന്ന് പറയും. ഇപ്പം നിങ്ങൾ കൺഫ്യൂസ് ആയിട്ടുണ്ടാകുമെന്ന് എനിക്കറിയാം. നിങ്ങൾ വിചാരിക്കും എന്തോന്നാണ് ഇങ്ങനെ പറയുന്നത്, അപ്പോൾ സെയിം കാറ്റഗറി വീഡിയോസ് പോലും ചെയ്യാൻ പറ്റത്തില്ലേ? കാര്യങ്ങൾ കുറച്ചും കൂടെ നിങ്ങൾ മനസ്സിലാക്കുക. അതായത് നിങ്ങൾ ചെയ്യുന്ന വീഡിയോസ് സെയിം കാറ്റഗറിയാണ്, അത് ഒരു പ്രശ്നമല്ല. നിങ്ങൾ സെയിം ഇൻട്രോയും ഔട്ട്രോയുമാണ് കൊടുക്കുന്നതെങ്കിൽ
അതും യൂട്യൂബിന് ഒരു പ്രശ്നമല്ല. അതുപോലെ നിങ്ങൾ സെയിം ഫോർമാറ്റിൽ തന്നെയാണ് വീഡിയോസ് ചെയ്യുന്നത് എങ്കിലും യൂട്യൂബിന് അതൊരു പ്രശ്നമല്ല. അപ്പോൾ പിന്നെ എന്താണ് പ്രശ്നം? കാര്യം കറക്റ്റായി മനസ്സിലാക്കുക. ഫോർ എക്സാമ്പിൾ ആയിട്ട് നിങ്ങളൊരു വീഡിയോ ചെയ്യുകയാണ് ടോപ്പ് 10 ലാപ്ടോപ്സ് അല്ലെങ്കിൽ ടോപ്പ് 10 ക്യാമറ ഫോൺസ് ഫോർ യൂട്യൂബ്. ഇവിടെ ഒരു പ്രശ്നം വരത്തില്ല. അതുമല്ലെങ്കിൽ ബെസ്റ്റ് ടിപ്സ് ഫോർ യൂട്യൂബ് ഗ്രോത്ത്, ഇവിടെയും പ്രശ്നം വരത്തില്ല. പക്ഷേ നിങ്ങൾ ചെയ്യുന്ന ഓരോ വീഡിയോസിലും ഡിഫറെൻറ്റ് എക്സാമ്പിൾസ് ആയിരിക്കണം, അതുപോലെ ഡിഫറെൻറ്റ് ആംഗിളിലായിരിക്കണം ആ വീഡിയോ ചെയ്യുന്നത്, അതുപോലെ ഡിഫറെൻ്റ് ആയ രീതിയിലായിരിക്കണം നിങ്ങൾ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതും. എങ്കിലേ ഒരു കുഴപ്പമില്ലാതെ നിങ്ങളുടെ ചാനൽ മുന്നോട്ട് പോകത്തുള്ളൂ. എങ്കിലും ഇതെല്ലാം പാലിച്ച് വീഡിയോസ് ചെയ്തിട്ട് പോലും ചിലർക്ക് ഇനോതന്റിക് കണ്ടന്റ് വരുന്നുണ്ട്, അവരുടെ ചാനൽ ഡിമോണിറ്റൈസ് ആകുന്നുണ്ട്. ഇതിൻ്റെ കാരണം കൂടി നിങ്ങൾ മനസ്സിലാക്കുക. ഇവിടെ പോളിസി ഇത്രയധികം ക്ലിയർ ആണെങ്കിൽ പോലും ഒരുപാട് ക്രിയേറ്റേഴ്സ് ഇതിൽ പോയി പെടാറുണ്ട്. അതിനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓട്ടോമേഷൻ സിഗ്നൽ എന്ന് പറഞ്ഞാൽ യൂട്യൂബ് ഇപ്പോൾ എല്ലാ കാര്യങ്ങളും AI ഏൽപ്പിച്ചിരിക്കുകയാണ്. ഈ AI വന്നതിന് ശേഷമാണ് ഇത്രയധികം ക്രിയേറ്റേഴ്സിന് ഈ പല തരത്തിലുള്ള ഇപ്പോൾ പണികൾ കിട്ടി തുടങ്ങിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന ഈ കണ്ടന്റ് അത് AI യൂസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യുന്ന കണ്ടന്റ് ആണെങ്കിലും അതല്ല നിങ്ങൾ സ്വന്തമായി ഷൂട്ട് ചെയ്ത് ക്രിയേറ്റ് ചെയ്യുന്ന കണ്ടന്റ് ആണെങ്കിൽ പോലും ഇവിടെ AIക്ക് തോന്നുകയാണ് ഇത് നിങ്ങളുടെ ഈ കണ്ടന്റ് ഒരു AI വീഡിയോ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് അതുപോലെയാണ് ബിഹേവ് ചെയ്യുന്നതെങ്കിൽ, അതായത് സെയിം ഫേസിംഗ് ആണ്, സെയിം സെൻറ്റൻസ് ആണ്, സെയിം സ്ട്രക്ചർ ആണ്, ഇങ്ങനെ ആണെങ്കിൽ അങ്ങനെ AIക്ക് തോന്നുകയാണെങ്കിൽ, അതായത് AIക്ക് തോന്നും നിങ്ങൾ ഇത് കോപ്പി അടിച്ച വീഡിയോ ആണ്, അതല്ലെങ്കിൽ മാസ് പ്രൊഡ്യൂസ്ഡ് കണ്ടന്റ് ആണ്. അങ്ങനെ AIക്ക് തോന്നിക്കഴിഞ്ഞാൽ AI നിങ്ങളുടെ ഈ വീഡിയോയെ ഇൻഓതന്റിക് കണ്ടന്റ് അടിച്ചു തരും. അതുപോലെ നിങ്ങളുടെ ചാനലിനെ AI ഡിമോണിറ്റൈസ് ആക്കി കളയുകയും ചെയ്യും. ഇനി രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് ഓവർ ഒപ്റ്റിമൈസേഷൻ. അതായത് നിങ്ങൾ ചെയ്യുന്ന എല്ലാ വീഡിയോസിലും നിങ്ങൾ ഉപയോഗിക്കുന്ന സെയിം വേർഡ്സ് ആണെങ്കിൽ, സെയിം ടൈറ്റിൽ പാറ്റേൺ ആണെങ്കിൽ, അതുപോലെ സെയിം ഹുക്ക് ലൈൻസ് ആണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഇവിടെയും AIക്ക് തോന്നും നിങ്ങളുടെ ഈ കണ്ടന്റ് അതൊരു മാസ് പ്രൊഡ്യൂസ്ഡ് കണ്ടന്റ് ആണ്, അതുകൊണ്ട് AI ഇവിടെയും നിങ്ങൾക്ക് ഒരു ഇൻഓതന്റിക് കണ്ടന്റ് അടിച്ചു തന്നെന്ന് വരാം, നിങ്ങളുടെ ചാനലിനെ ഡിമോണിറ്റൈസ് ആക്കി കളഞ്ഞെന്നും വരാം. അതുകൊണ്ട് ഇനി മുതൽ നിങ്ങൾ വീഡിയോസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്ക്രിപ്റ്റിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള സ്ക്രിപ്റ്റ് ആയിരിക്കണം ഓരോ വീഡിയോസിനും കൊടുക്കുന്നത്. അതുപോലെ ഓരോ വീഡിയോസിനും നിങ്ങൾ ടൈറ്റിൽ പാറ്റേണും ഡിഫറൻ്റ് ആയിട്ട് കൊടുക്കുക, ഹുക്ക് ലൈൻസ് കൊടുക്കുന്നുണ്ടെങ്കിൽ അതും നിങ്ങൾ ഡിഫറൻ്റ് ആയി തന്നെ കൊടുക്കുക. അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാരണമാണ്, അതാണ് ബൾക്ക് ഷോർട്ട് സ്ട്രാറ്റജി. ഈ വീഡിയോ കാണുന്ന നിങ്ങൾ പലരും ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും. അതായത് ഒരു ദിവസം തന്നെ 5 6 അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഷോർട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അതിൽ വളരെ മൈനറായിട്ടുള്ള ചെറിയ ചേഞ്ചസ് മാത്രമേ ഈ ഓരോ ഷോർട്ട് വീഡിയോസും ഉണ്ടാകത്തുള്ളൂ. ഇങ്ങനെ നിങ്ങൾ ചെയ്താലും ഇതിനെയും AI മാസ് പ്രൊഡ്യൂസ്ഡ് കണ്ടന്റ് ആയിട്ട് കണക്കാക്കും. ഇവിടെയും നിങ്ങൾക്ക് ഒരു ഇൻഓതന്റിക് കണ്ടന്റ് യൂട്യൂബ് അടിച്ചു തന്നെന്ന് വരാം. ഇതുകൂടാതെ ചാനൽ ലെവൽ ജഡ്ജ്മെന്റ് യൂട്യൂബ് ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങളുടെ ഒരു വീഡിയോ മാത്രം നോക്കിയിട്ടല്ല യൂട്യൂബ് നിങ്ങൾക്ക് ഈ പ്രശ്നങ്ങളൊക്കെ തരുന്നത്. നിങ്ങളുടെ കംപ്ലീറ്റ് വീഡിയോസും ചാനലിലുള്ള എല്ലാ വീഡിയോസും നോക്കിയിട്ട് എന്നിട്ട് ഈ കംപ്ലീറ്റ് ചാനലിലാണ് യൂട്യൂബ് ഡിമോണിറ്റൈസ് ചെയ്ത് കളയുന്നത്. അപ്പം നിങ്ങളുടെ ഈ ചാനലിൽ 20% റിപ്പീറ്റീവ് കണ്ടന്റ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ ഇന്നോവേറ്റീവ് കണ്ടന്റ് വന്നെന്ന് വരാം, നിങ്ങളുടെ ചാനൽ യൂട്യൂബ് ഡിമോണിറ്റൈസ് ചെയ്ത് കളഞ്ഞെന്ന് വരാം. ഇവിടെ ഏറ്റവും കൂടുതൽ ഈ ഒരു പ്രശ്നം വരുന്നത് വോയിസ് ഓവർ ചാനലുകൾക്കും അതുപോലെ AI യൂസ് ചെയ്ത് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നവർക്കുമാണ് ഏറ്റവും കൂടുതലും ഈ ഇന്നോവേറ്റീവ് കണ്ടന്റ് പ്രോബ്ലം ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഒരുപാട് ക്രിയേറ്റേഴ്സിന് ഒരു തെറ്റ് പോലും ചെയ്യാതെ തന്നെ ഈ ഒരു പണി കിട്ടുന്നുണ്ട്. ഇവിടെ പ്രശ്നം മറ്റൊന്നെന്ന് പറയുന്നത് ഇവിടെ അവർക്ക് അപ്പീൽ കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ മാത്രമേ മിക്ക ക്രിയേറ്റേഴ്സിനും കിട്ടുന്നുള്ളൂ. അവർക്ക് എന്താണ് അവരുടെ പ്രശ്നം, ഏത് വീഡിയോസിലാണ് പ്രശ്നം, അത് ഡിലീറ്റ് ചെയ്തിട്ട് ഒരു റീഅപ്ലൈ കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ പല ക്രിയേറ്റേഴ്സിനും കിട്ടുന്നില്ല. അതുപോലെ തന്നെ ഈ അപ്പീലിൽ ക്ലിക്ക് ചെയ്താലോ, അപ്പീലിൽ ക്ലിക്ക് ചെയ്ത ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു അപ്പീൽ കൊടുക്കാൻ നമ്മൾ എന്താണ് തെറ്റ് ചെയ്തത്, നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ല, ഈ കാര്യങ്ങൾ വ്യക്തമാക്കാനുള്ള ഒരു ഓപ്ഷൻ പോലും പലർക്കും കിട്ടുന്നില്ല. അവർ ഈ അപ്പീലിൽ ക്ലിക്ക് ചെയ്താൽ, സ്റ്റാർട്ട് അപ്പീലിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നേരെ യൂട്യൂബ് സപ്പോർട്ടിലേക്ക് അങ്ങ് പോവുകയാണ്. അവിടെ നമ്മൾ എന്തെങ്കിലും മെൻഷൻ ചെയ്ത് കഴിഞ്ഞാലോ അത് ഓട്ടോമാറ്റിക്കലി സബ്മിറ്റ് ആയി പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ നമ്മുടെ കാര്യം വ്യക്തമാക്കിയിട്ടില്ല, നമുക്ക് അവരോട് വിശദീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല, അല്ലാതെ തന്നെ ബൈ ഡിഫോൾട്ട് അവർ നമ്മൾ അപ്പീൽ സബ്മിറ്റ് ചെയ്തു എന്നുള്ള രീതിയിൽ അവരങ്ങ് എടുക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ റെസ്പോൺസിന് വേണ്ടി കാത്തിരുന്നാലോ ഒരു റെസ്പോൺസും പലർക്കും കിട്ടുന്നുമില്ല. പലരും അവർക്ക് മെയിൽ അയക്കുന്നുണ്ട്, അവരുമായി സംസാരിക്കുന്നുണ്ട്, പക്ഷേ അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ എന്നുള്ളത് എനിക്കറിയത്തില്ല, അവർക്കും അറിയത്തില്ല, അവരും കാത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മളെ രക്ഷിച്ചെടുക്കുക ഇവിടെ നിന്ന്. അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഓരോ വീഡിയോസിലും നമ്മൾ ഡിഫറൻ്റ് ആയിട്ടുള്ള സ്ക്രിപ്റ്റ് യൂസ് ചെയ്യുക, ഡിഫറൻ്റ് ആയിട്ടുള്ള ടൈറ്റിൽ പാറ്റേൺ നമ്മൾ യൂസ് ചെയ്യുക. അതുപോലെ നമ്മൾ ഹുക്ക് കൊടുക്കുന്നവരാണെങ്കിൽ നമ്മൾ ഡിഫറൻ്റ് ആയിട്ടുള്ള ഹുക്ക് ലൈൻസും അതിൽ കൊടുക്കുക. അല്ലാതെ ഈ ക്രിയേറ്റേഴ്സിന് ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ നിങ്ങളുടെ ചാനലിനെ നിങ്ങൾ തന്നെ സൂക്ഷിക്കുക, നിങ്ങൾ തന്നെ ശ്രദ്ധിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, നിങ്ങളുടെ കമൻസ് തന്നെ അറിയിക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ യൂസ്ഫുൾ ആയ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.